സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1900 റേറ്റിംഗ് റീച്ച് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള റേറ്റിംഗ് 1879 അതായത് 21+ കൂടെ ഉണ്ടു. ഓൾമോസ്റ്റ് 2-3 മാച്ച് മതിയായിരിക്കും. 3 മാച്ച് കറക്റ്റ് ആയിരിക്കും. കാരണം ഒരു മാച്ചിൽ ഇപ്പോൾ 10 കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും 11 കിട്ടിയാലേ എനിക്ക് എന്തായാലും അവിടെ എത്താൻ കഴിയുള്ളൂ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. പിന്നെ ഇതിപ്പം എന്താ പറയുക, ചാനലിപ്പോൾ ഒരു അനക്കില്ലാണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതായത് 18.2 18.2 ആ ഒരു ലെവലിൽ തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താ അറിയില്ല, വീഡിയോസ് എല്ലാം ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു റീച്ചും ഇല്ല, ഒരു കാര്യവും ഇല്ലാണ്ടുള്ളത്. പക്ഷെ ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്നില്ല, കുറച്ചും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഒരു ഇയർ ലാസ്റ്റ് വരെ ഞാൻ എന്തായാലും യൂട്യൂബ് ട്രൈ ചെയ്ത് നോക്കും. അതിലൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും എനിക്ക് പറഞ്ഞ കാര്യമില്ല. നമ്മളിപ്പം ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയുന്നില്ലേ, അതുപോലെ പാഷൻ അങ്ങ് സാക്രിഫൈസ് ചെയ്ത് പിന്നെ ലൈഫിൻ്റെ ബാക്കിൽ അങ്ങ് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. 1879 ഇപ്പോൾ ഉള്ളത്. 21+ ആവേണ്ട ഗൈസ്. ഓക്കെ, 6 ലാക്ക്. ഡിവിഷൻ 3 ആണ് ഓപ്പണൻറ്റ്, ഫസ്റ്റ് ഓപ്പണൻറ്റ്. ആരെയും മാറ്റണ്ടെന്ന് തോന്നുന്നല്ലേ, എല്ലാവരും ഓക്കെ ആണ്. എംബാപ്പെ, റുമി ഫ്രണ്ട് ലൈന്. ഓപ്പണൻറ്റ് 4-4-2 ഗൈസ്. സീന് നൈസ്. വാൻ ബിസാക്ക, ഷോമിനി അഗെയിൻ, ഡിയോങ്, റുമി, ബാക്ക് ടു റുമി. ലെറ്റ്സ് ഗോ ഗൈസ്, ഫസ്റ്റ് ചാൻസ് ഇൻ ദ ഫസ്റ്റ് മാച്ച് ഗൈസ്. ആ ചാൻസ് മിസ്സാക്കി. ഓക്കെ, മിസ്. സലിബ, ഡിയോങ്, Pedri, nice pass. Mbappe, Rumi, double touch and finish. It's Rumini guys. That's an OP double. Shomini, nice. Griezmann, heyda. Okay, De Jong, Rumi, pass, double touch and boom. Just miss guys, just miss. അതും കൂടി ഗോൾ ഏരിയായിരുന്നു എൻ്റെ സീനാവുമായിരുന്നടാ. പക്ഷേ നിക്കോ, എംബാപ്പെ, വിനീഷ്യസ്, ഇറ്റ്സ് വിനീഷ്യസ്. എൻ്റെ മോനെ വാൻ ബിസാക്ക ഗൈസ്. ലെറ്റ്സ് ഗോ. പാസ് ടു പെഡ്രി, ഡിയോങ്, ബാക്ക് ടു പെഡ്രി, എംബാപ്പെ, പാസ് ആൻഡ് മൂവ്, നൈസ്. ഇറ്റ്സ് എംബാപ്പെ ഗൈസ്, ഈസി ഫിനിഷ്. ഓക്കെ, സെലിബ്രേറ്റ്. അപ്പോൾ നമ്മൾ 2 ഗോൾ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് മാച്ച്. അപ്പോൾ എന്തായാലും ഒരു 10-9 പ്രതീക്ഷിക്കാം എന്തായാലും ഈ പ്ലസ് ആവുന്നത്. ഇപ്പോൾ 79 ഏകദേശം ഒരു 88-89 ആ ഒരു ലെവലെത്തും. 1888 1889. റുമി, എംബാപ്പെ, ബാക്ക് ടു എംബാപ്പെ, ലെറ്റ്സ് ഗോ. വൺ മോർ ചാൻസ്, ഡബിൾ ടച്ച് ആൻഡ് ബൂം. ആടാ പാവടാ, നല്ല കിടിലം പോലത്തെ ഡബിൾ ടച്ച് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല അത് ചെയ്യാൻ കഴിയുമെന്ന്. ഗോൾ കീപ്പറെ കാല് മറ്റേ എന്തോ നീണ്ടു വരുന്നുണ്ടായിരുന്നു. ഓക്കെ, മൾഡീനി, ഡിയോങ്, പെഡ്രി. ഓക്കെ, ഇറ്റ്സ് എംബാപ്പെ, ലെറ്റ്സ് ഗോ, കം ഓൺ. ഓക്കെ, അവൻ പോയിന്ന് തോന്നുന്നു. ഈസി, ഡബിൾ ടച്ച് ആൻഡ് ബൂം. അപ്പം അവൻ പോയിന്ന് തോന്നുന്നു ഗൈസ്. അവൻ അവിടെ അനക്കമൊന്നുമില്ല. പ്ലേസ് ലാസ്റ്റ് ഞാൻ എംബാപ്പേനെ കൊണ്ട് കയറുമ്പോൾ അനങ്ങാണ്ട് നിൽക്കായിരുന്നു. ജയിച്ചോന്നറിയില്ല. ഓക്കെ, ഓപ്പണൻറ്റ് പോസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് മാച്ച് ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഈസി വിൻ. അപ്പം ഫസ്റ്റ് മാച്ച് റേച്ച് ക്വിറ്റ് ആയിരുന്നു. 3-0 ആക്കിയപ്പോൾ തന്നെ പോയി. ഓക്കെ, 10+ ആയിരുന്നു. 1889 ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി വേണ്ടത് 11 മാത്രം. ഹിയർ വി ഗോ ഗൈസ്. സെക്കൻഡ് ഓപ്പണൻറ്റ് ഡിവിഷൻ 2 ആണ്. ഓക്കെ, ഫൈനൽ ഡിവിഷൻ 2 ഒക്കെ കിട്ടിയിട്ടുണ്ട്. സിയാല ഫോം ആണെന്നുണ്ട്, സിയാലിനെ ഇട്ടോക്കാം. അപ്പോൾ ഓപ്പണൻറ്റ് സ്കോഡ് 4-3. ഇപ്രാവശ്യം ഭയങ്കര റേറ്റിംഗ് ഭയങ്കര ഓവറാണ്. ഇപ്പം ഞാൻ കളിക്കുമ്പോൾ 2200 ഉള്ളത്. ഓക്കെ, എംബാപ്പെ, റുമി, 1 ടച്ച് പാസ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഉള്ളത് 2200 ഏറ്റവും മേലെ ഉള്ളത്. ടോപ്പ് 100 എത്തണമെങ്കിൽ 2000 പോരാ അവസ്ഥയാണ് ഗൈസ്. ഓക്കെ, റുമി, ഗ്രീസ്മാൻ, നൈസ്. റുമി, പാസ് ടു ഗ്രീസ്മാൻ, ലെറ്റ്സ് ഗോ. ഈസി ചാൻസ്. എന്താ ചെയ്യുക? അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എപ്പോഴും കൺഫ്യൂഷനായിപ്പോൾ. കേച്ച് റുമിനി ഗൈസ്. ഡെനിസ് ബെർണാഡ് പെട്ടത് അതാ ഓർമ്മ വന്നത്. ടേൺ ചെയ്തിട്ട് ഡബിൾ ടച്ച് ഇടും, പക്ഷെ ഞാൻ ഡബിൾ ടച്ച് ഇടാണ്ട് ഔട്ട് സൈഡ് കളർ. അവൻ ഡബിൾ ടച്ച് ഇട്ടിട്ട് ഔട്ട് സൈഡ് കളർ ചെയ്യും. നല്ല രസമാണ്. ഡിഫൻസ് പൊട്ടിക്കാനാവില്ല മച്ചു.
കോസ്റ്റ കൊടുത്ത ഗൈസ്. ഓ സീന് നൈസ് ഡിഫെൻഡിങ് ആണ്. വാൻ ബിസാക്കടാ, അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലടാ. ഡെബ്രോയിന, നെയ്മർ ക്രോസ് ഇല്ല, വിടുന്നില്ല ഗൈസ്. ഇച്ചാത് ഡിഫെൻഡിങ്. അവന് പിന്നെ ശപിക്കും മിക്കവാറും. എന്ത് ഡിഫെൻഡിങ് ആണെന്ന് പറയും. ഹക്കീമി ടു ക്വഡ്രാഡോ ഇസ് എ ക്രോസ്. നെയ്മർ, ഓ ക്രോസ്, ഗോൾ. അത് ഗോളല്ല. ഡെബ്രോയിന ഗൈസ്, ഇവൻ അൺലക്കി ആവുന്നുണ്ട് ഇടക്ക്. ഓക്കെ മുസിയാല. ഓക്കെ 1 2 3 ഡബിൾ ടച്ച് ആൻഡ് കേറ. മുസിയാല, എംബാപ്പെ, ബാക്ക് ടു മുസിയാല. നൈസ് ഗൈസ്, 1 ടച്ച് പാസ്, പവർ ഗൈസ്. ലെറ്റ്സ് ഗോ. ഗ്രീസ്മാൻ, ഡബിൾ ടച്ച് ആൻഡ് പൂ. ആടാ എന്ത് സേവടാ. ഇത്ര ചാൻസ് ഉണ്ടായിരുന്നു ഡബിൾ ടച്ച് ഇട്ടിട്ട് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഗോളായില്ല. ഓക്കെ മുസിയാല ഗൈസ്, ഡബിൾ ടച്ച് ഇടാൻ മതിയായിരുന്നു. യോങ് ഷോമിനി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ സെക്കൻഡ് മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇതിലെത്ര 11 പ്ലസ് കിട്ടിയ സുഖമാണ്. കാരണം ഇത് ഡിവിഷൻ 2 ആണ്. ഡിവിഷൻ 3ൻ്റെ അപ്പുറം എനിക്ക് 10 കിട്ടിയത്. പക്ഷേ 10 കിട്ടിയതുകൊണ്ട് ഇതിൽ ചിലപ്പോൾ 10 കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പം നമുക്ക് 9 കിട്ടിയില്ലല്ലോ. ഡിവിഷൻ 3ൻ്റെ അപ്പുറം 10, ഡിവിഷൻ 2ൻ്റെ അപ്പുറം 9. നൈസ്. അപ്പോൾ ഇനി വെറും വേണ്ടത് 2 പോയിൻറ്റ് ഗൈസ്, 2 പോയിൻറ്റ്. ഓക്കെ, ഡിവിഷൻ 3 ആണ്. പൊട്ടിയ 30 മൈനസ്. ജയിച്ചാൽ എന്തായാലും 1900-ൻ്റെ മേലെ കയറും. 4-1-3 ചെറിയ സ്കോഡാണ്. പക്ഷേ വെറുതെ ഇങ്ങനെ വെച്ച് കളിക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. പക്ഷേ പെഡ്രി, നമ്മൾ ക്വിക്ക് പാസിംഗ് ആണ്. ഓക്കെ, പാസ് ടു ഗ്രീസ്മാൻ. എന്ത് പാസ്സാടാ, കുറച്ചും കൂടി ഉള്ളിലേക്ക് കൊടുത്തുകൂടി. ഓക്കെ ഇറ്റ്സ് ഗ്രീസ്മാൻ, കേളിറ്റ്. അത് ഗോളാവുമായിരുന്നടാ. എന്ന് പറഞ്ഞാൽ ചില ആൾ കളിക്കുന്നതാണ് നല്ല രസമായിരിക്കും. പക്ഷേ ഇവനൊക്കെ കളിക്കുന്നതാണ് സത്യം നല്ല വെറുപ്പിക്കുന്ന പോലെയുള്ളത്. റുമി, സത്യം പറയല്ല ഗൈസ്, നല്ല വെറുപ്പിക്കുന്ന കളി പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഒരു അറ്റാക്കിങ് പോലും ചെയ്യുന്നില്ല മര്യാദക്ക്. വെറുതെ ഇങ്ങനെ മിഡിൽ വെച്ച് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, ബാക്കിലേക്ക് കൊടുക്കുക, ഒരു കാര്യമില്ല. നോക്കുക ഗൈസ്, ദൈവം ഇങ്ങനെയാണ് കളിക്കുക. ഹെർണാണ്ടസ് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിട്ട് കളിക്കുക. അറ്റാക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോലും എത്തിക്കാൻ കഴിയുന്നില്ല. കേച്ച് റുമി, ഗ്രീസ്മാൻ, റുമി ഗൈസ്, ഡബിൾ ടച്ച് ആൻഡ് എംബാപ്പെ ബ്രോ. എടാ അതാ അങ്ങനെ തന്നെ ഗോടിക്കിടും. ഞാൻ സെലിബ്രേഷനൊക്കെ ഇടുന്നു. ഓ അവന് ഗോടിച്ച് എനിക്കൊന്ന് സെലിബ്രേഷൻ അല്ലേ. ഓക്കെ ഗ്രീസ്മാൻ, പാസ് എംബാപ്പെ, ലെറ്റ്സ് ഗോ. അധികം പൊസിഷൻ പറ്റൂല. പൊസിഷൻ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് എങ്കിലും അത് അറ്റാക്കിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയണം. ഇത് ഒരുമാതിരി വെറുതെ ഇങ്ങനെ ബാക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റണ്ണിങ് പാസ്, ഇങ്ങോട്ടേക്ക് സ്റ്റണ്ണിങ് പാസ്. വേസ്റ്റ് ഗൈസ് സത്യം പറയാലോ. വീട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടക്ക് നമുക്ക് കുറച്ച് പൊസിഷൻ പ്ലേ കളിക്കുക ഗൈസ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പൊസിഷൻ പ്ലേ എപ്പോഴും അടിപൊളിയായിരിക്കും. അതായത് ഫുൾ മിസ്റ്റേക്ക് ആയിരിക്കും. ഷോമിനി ഇവൻ ഇതിനെക്കാട്ടി മോശമായിട്ട് കളിക്കല്ലേ. ഇവൻ ഒരുമാതിരി സ്ലോ ആയി തുഴഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും. നമ്മൾ പിന്നെയും അറ്റാക്കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയില്ലേ. ഇവൻ ഇവിടെ എത്തുന്നില്ല ഇവൻ. റീസ്, ഷോമിനി, നൈസ്. ഓ മിസ്റ്റേക്ക്, കുഴപ്പമില്ല, വർഷം പിടിച്ചേക്കും. ഷോമിനി, ഹാൻബിസാക്ക. എടാ അത് ഗോള് കാരണമായിരുന്നടാ. എന്ത് കിട്ടിയ ചവിട്ടി പൊളിച്ചു കൊടുത്തു വാൻബിസാക്ക. പേ നൈസ് പാസിങ്. ഗ്രീസ്മാൻ, ബാക്ക് ടു എംബാപ്പെ ടേൺ. റുമി ഡബിൾ ടച്ച് ആൻഡ് ബൂം. എടാ ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും എങ്ങനെയായാലും 1-0 ആയാലും നമ്മൾ ജയിച്ചിട്ടുണ്ടായി. അപ്പോൾ ഫസ്റ്റ് കളി റേജ് ക്വിറ്റ്, സെക്കൻഡ് കളി നമ്മൾ കിട്ടില്ല ഡിഫെൻഡിങ്, മൂന്നാമത്തെ കളി ഇതിപ്പം പൊസിഷൻ ഒളി കഴിച്ചു. പക്ഷെ നമ്മൾ സെക്കൻഡ് ഹാഫ് നല്ല പൊസിഷൻ എടുത്തു. 9 ഷോട്ട്. ഇത്ര പ്ലസ് ആവും നോക്കട്ടെ നമുക്ക്. 1907 റേറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരു മിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇനി എങ്ങനെയെങ്കിലും 1950 അടിക്കണം. ഏകദേശം ഒരു 50-60 ആ ഒരു ലെവലിലൊക്കെ എങ്ങനെ എത്തിച്ചാൽ ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. മാറിപ്പോയി ആദ്യമായിട്ടല്ലോ. റോഡ് ടു 20K ആണ്. ഇതിപ്പോൾ 18.2 അനങ്ങുന്നില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും അത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.